ഹായ്, വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. കേരളപ്പിറവിയോടനുബന്ധിച്ചുള്ള ക്വിസാണിത്. അതായത് കേരളത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നൊരു വീഡിയോ. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കേരളമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന്. കേരള സംസ്ഥാനം രൂപം കൊണ്ടതെന്ന് 1956 നവംബർ 1. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കേരളത്തിൻ്റെ വ്യാപാര തലസ്ഥാനം എറണാകുളം. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. തീരപ്രദേശമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. കേരളത്തിലെ നദികളുടെ എണ്ണം 44. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. ഇതൊക്കെ കേരളമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേരളം എന്ന് വെറുതെ ആഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള ജില്ല കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടന്നത് എന്ന് 1991 ഏപ്രിൽ 18. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തീർണം? 18%. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ വടക്കേയറ്റത്തെ ജില്ല കാസർഗോഡ്. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗിക പക്ഷി, അതായത് കേരളത്തിൻ്റെ പക്ഷി എന്നറിയപ്പെടുന്നത് മലമുഴക്കി വേഴാമ്പൽ. മൃഗം ആന. മത്സ്യം കരിമീൻ. ഫലം ചക്ക. പാനീയം ഇളനീർ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യ ഗവർണർ B. രാമകൃഷ്ണ റാവു. കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തി പശ്ചിമഘട്ടം. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടൽ. വടക്കു കിഴക്ക് കർണാടകം. തെക്കു കിഴക്ക് ഭാഗത്തായിട്ടാണ് തമിഴ്നാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ബുദ്ധമയൂരി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായത് പയ്യന്നൂർ. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, താങ്ക് യു.